SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2026 ഈ ലാസ്റ്റ് വീക്കിൽ ഒലീവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ഡിലേ ആക്കാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ സ്പെൻഡ് 60% ഓഫ് ഹിസ് മന്ത്ലി ഇൻകം. സോ നമുക്ക് ഇൻകം, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ സേവിങ്സ്. ഇൻകത്തിന്റെ 60% സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇൻകം ഞാൻ 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 60% 60 ഞാൻ സ്പെൻഡ് ചെയ്തു, ബാക്കി 40 ആയിരിക്കും സേവിങ്സ് എന്ന് പറയും. അതിനുശേഷം മന്ത്ലി ഇൻകം 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻകം 120 ആയി, എക്സ്പെൻഡിച്ചർ ഡിക്രീസസ് ബൈ 25%. അപ്പൊ 60 ആയിരുന്നത് എത്രയായി? 3/4 ആയിട്ട് കുറഞ്ഞു, 1/4 ആയിട്ട് കുറഞ്ഞു. 1/4 ആയിട്ട് കുറയാന്ന് പറഞ്ഞാല് 3/4 is equal to 40. അപ്പൊ എക്സ്പെൻഡിച്ചർ 45 ആയി. അപ്പൊ സേവിങ്സ് 120 45 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 74. ചോദിച്ചിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഡിക്രീസസ് ബൈ 25% ആണ്. അങ്ങനെയെങ്കിൽ സേവിങ്സ് എത്ര പെർസെന്റേജ് കൂടും? അപ്പൊ സേവിങ്സ് 40 to 75 ആയി. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഡിഫറൻസ് എത്രയാണ്? 35. 35 by 40 times 100 പറയുന്നത് ക്യാൻസൽ 0, 5, 2, 175 by 2 അല്ലെങ്കിൽ 87.5% ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു 50 ലിറ്റേഴ്സിന്റെ മിക്സ്ചറിൽ മിൽക്ക് വാട്ടർ എന്ന റേഷ്യോ 2:3 ആണ്. അപ്പൊ മിൽക്ക് വാട്ടർ 2:3 എന്ന് പറയുമ്പോൾ 20-ഉം 30. മിൽക്ക് 20-ഉം അതുപോലെ വാട്ടർ 30 ലിറ്റേഴ്സും. ഇതിൽ നിന്ന് 10 ലിറ്റർ റിമൂവ് ചെയ്തു. 10 ലിറ്റർ, അതായത് 50 ലിറ്റേഴ്സിൽ നിന്ന് 10 ലിറ്റർ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി 40 ലിറ്റേഴ്സ് ആണ്. 40 ലിറ്റേഴ്സ് റിമൂവ് ചെയ്താലും അതിലെ മിൽക്കും വാട്ടർ റേഷ്യോ എത്ര തന്നെയായിരിക്കും? 2:3 ആയിരിക്കും അല്ലെ? അപ്പൊ അത് മിൽക്ക് 60 വരും, വാട്ടർ 24. അപ്പൊ ഇത്രയാണ്. 10 ലിറ്റേഴ്സ് റിമൂവ് ചെയ്താലും ഇത്രയായിരിക്കും ബാക്കിയുള്ളത്. അതിൽ 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വീണ്ടും ആഡ് ചെയ്തു. അപ്പൊ മിൽക്ക് മാത്രം 8 ലിറ്റേഴ്സ് ആഡ് ചെയ്തു. അപ്പൊ ഇത് 24 ആയി, ഇതും 24. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ഫൈനൽ റേഷ്യോ. അത് 24:24 ആയിരിക്കും, അല്ലെങ്കിൽ 1:2. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഒരു ഫെസ്റ്റീവ് ഫർണിച്ചർ സെയിലിൽ ആരവ് ഒരു വുഡൻ സ്റ്റഡി ടേബിൾ പർച്ചേസ് ചെയ്തു. അതിന്റെ കോസ്റ്റ് പ്രൈസ് 4,800 റുപ്പീസ് ആണ്. കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ആരവ് ആ ടേബിൾ സോൾഡ് ചെയ്തു ഫ്രണ്ടിന് 20% പ്രോഫിറ്റ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,800ന്റെ 20% പ്രോഫിറ്റിലായി, അതായത് 6/4 equal to rupees 5760 റുപ്പീസിനായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. sin x തന്നിട്ടുണ്ട്. x ഒരു acute ആംഗിൾ ആണ്. 4 tan x plus 3 sec x ആണ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അതിൽ എളുപ്പം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. sin x എന്ന് പറയുന്നത് 3/5 ആണ്. സോ പൈതഗോറൻ ട്രിപ്ലറ്റ് നോക്കുമ്പോൾ ഇതായിരിക്കും 4. 3ഉം 4ഉം 5ഉം പൈതഗോറൻ ട്രിപ്ലറ്റ്. 4 tan x എന്ന് പറയുന്നത് 3/4 plus 3 sec x എന്ന് പറയുന്നത് cos x ന്റെ റെസിപ്രോക്കൽ ആണ്, അതായത് 5/4. cos x 4/4. ഇതിൽ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. റിമൈനിങ് 3 plus 15/4 27/4. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ട്രയാംഗിൾ XYZ, XYZ അതിൽ XO എന്ന് പറയുന്നത് മീഡിയൻ ആണ്. ഈ XO എന്ന് പറയുന്നത് YZ നമ്മൾ റേഷ്യോ 1:2 ആണ്. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇത് ടോട്ടൽ എത്രയായിരിക്കും? 2. ഈ ആംഗിൾ 30 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ XYZ. ഈ ആംഗിൾ നമുക്കറിയാം ഇത് 1:2 ആണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റിലായിരിക്കും കട്ട് ചെയ്യുന്നത്. സോ ഇതും 1 ആയിരിക്കും. അപ്പം ഓപ്പോസിറ്റ് ആംഗിൾ സൈഡ്സ് ഈക്വൽ ആണെന്നെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം ആംഗിൾ XYZ എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും. ഒരു ഹെമിസ്ഫിയർ ഈസ് അറ്റാച്ച്ഡ് ടു ദ ടോപ്പ് ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ മേലെ ഒരു ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്തു. റേഡിയസ് 6 ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സിലിണ്ടർ. ടോട്ടൽ
വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം 2/3 പൈ ആർ ക്യൂബ്. അതിൽ പൈ ആർ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ എച്ച് പ്ലസ് 2/3 ആർ വരും. സോ പൈ ഓൾറെഡി ആൻസറിലെല്ലാം പൈ ഉള്ളത് കൊണ്ട് തന്നെ പൈ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ പൈയുടെ വാല്യൂ 22/7 അല്ലെ 3.14 കൊടുത്ത് ചെയ്യണം. ഇവിടെ ഓൾറെഡി എല്ലാ ഓപ്ഷൻസും പൈയിലാണ്. സോ പൈ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ 36 ആയി, എച്ച് 10, 2/3 ആർ എന്ന് പറയുമ്പോൾ 4 ഈക്വൽ ടു 14 ടൈംസ് 36 ടൈംസ് പൈ. 504 പൈ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A circular garden is surrounded by a path 4 meter wide. Circular garden. ഈ width എന്ന് പറയുന്നത് 4 meter ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഒറിജിനൽ ഏരിയ 2.25 ടൈംസ് ആണ്. അങ്ങനെയെങ്കിൽ ഗാർഡന്റെ ഏരിയ ഞാൻ ആർ എന്ന് കൊടുത്തു, സ്മോൾ ആർ. പാത്തിന്റെ ഇത് മൊത്തം ക്യാപിറ്റൽ ആർ. അപ്പൊ ടോട്ടൽ പുതിയതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ടൈംസ് പൈ സ്മോൾ ആർ സ്ക്വയർ ആയിരിക്കും. പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.25 ഞാൻ 225/100. ഇവിടെ ആർ ബൈ ആർ എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് എടുത്താൽ 15/10 അല്ലെങ്കിൽ 3/. തന്നിരിക്കുന്നത് ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് റേഡിയസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ? അപ്പൊ ഈ ആറും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 1 എന്ന് പറയുന്നതായിരിക്കും 4 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 2 is equal to 2 times 4 is equal to 8. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. റൂട്ട് ഓഫ് 11 പ്ലസ് 2744ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 40. റൂട്ട് ഓഫ് 25 ആയിരിക്കും ഇസ് ഈക്വൽ ടു 5. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. അപ്പൊ അത്യാവശ്യം ഒരു 11, 20 വരെയെങ്കിലും ഉള്ള ക്യൂബ്സ് മിനിമം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടാണെങ്കിലും ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 1 ക്യൂബ് 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് അതുപോലെ 64 ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ 4 ആണ് അല്ലെ? 4 എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം 4ൽ അവസാനിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു 3 ക്യൂബ് 27, 4 ക്യൂബ് 64 അല്ലെ? 64ഉം 4 ആണ് ലാസ്റ്റ്. അപ്പൊ 4 അവസാനം വരുന്നതായിരിക്കും നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 4 അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം, പിന്നെ 8 വരുമ്പോഴും പക്ഷെ വ്യത്യാസമുണ്ട്. 8ന്റെ ക്യൂബ് വരുമ്പോൾ 512 ആണ് വരുന്നത്. അപ്പൊ അതും വരത്തില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് 14 നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സിന്റെ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ ബെറ്റർ ആയി. അപ്പൊ ഇവിടെ ആൻസർ 5. എയും ബിയും സിയും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് 60,000, 80,000, 1,20,000. 4 മാസത്തിന് ശേഷം എ ക്യാപിറ്റലിന്റെ പകുതി വിഡ്രോ ചെയ്തു. ബി ഡബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. സിക്ക് വലിയ മാറ്റമില്ല. എൻഡ് ഓഫ് ദ ഇയർ പ്രോഫിറ്റ് കിട്ടിയ പ്രോഫിറ്റിൽ സിയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് അവരുടെ റേഷ്യോസ് എടുക്കാം. A:B:C. 60K ടൈംസ് 4 പ്ലസ് എന്താണ്, പിന്നെ 8 മന്തിലോട്ട് അതിന്റെ ഹാഫ് ആണ് അല്ലെ? എത്ര വരും? 30. ഇത് ആദ്യത്തെ ആൾ. ബിയുടെ കേസിൽ 4 മന്ത്സിൽ 80K ആയിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ 8 മന്ത്സ് ആയപ്പോൾ അത് ഡബിൾ ആയി, 1,60,000. 160K. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. സിയുടെ കേസിൽ സിക്ക് 120K തന്നെയായിരുന്നു, 12. നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ കെ എല്ലാം ക്യാൻസൽ ആക്കാം, എല്ലാത്തിനും കോമൺ ആണ്. പിന്നെ 4 ക്യാൻസൽ ആക്കാം, ഇവിടെ 2 വരും. 4 ഇവിടെ 2 വരും, ഇവിടെ 3 വരും. നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. 60 പ്ലസ് 60 120, 80 പ്ലസ് 320 400, 360. സീറോസ് ക്യാൻസൽ ചെയ്യാം. 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3:10:9. സിയുടെ ഷെയർ 9/22 ടൈംസ് 2,16,000. 2108000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 972,000 ഡിവൈഡഡ് ബൈ
11 വരും. 88 സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ആൻസറേ ഉള്ളൂ. സോ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 8836, അതായത് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, കാരണം ഡെസിമൽ നമ്പർ ആയിട്ടായിരിക്കും കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ട്രിഗണോമെട്രി ആണ്, സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത്. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ടൈംസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ആണ് അല്ലേ. ഇത് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുണ്ട്, പക്ഷെ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ് ടു എക്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ ആൻറ്റീസ്. കോസ് ടു എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അതുപോലെ തന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അതുപോലെ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഉണ്ട്. അതുപോലെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ ആണ്. നമുക്ക് ആൻസറിൽ എന്താ വന്നില്ല, നമുക്ക് കിട്ടേണ്ട സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ ഇതെന്തായിരിക്കും? മൈനസ് കോസ് ടു എക്സ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു കോസ്റ്റ് പ്രൈസ്, ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 16/15 ഓഫ് ദ പ്രീവിയസ് കോസ്റ്റ് പ്രൈസ്, ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് ദ സെയിം. അതായത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് ആദ്യം 15 ആയിരുന്നു. 15 പ്രീവിയസ് കോസ്റ്റ് പ്രൈസിനേക്കാളും 16/15 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് 16 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പൊ ഷോപ്പ് കീപ്പർ ഏൺ ചെയ്യുന്നത് 33.33%. അപ്പൊ 33.33% എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ് അല്ലെ. അപ്പൊ 3 ആയിരുന്നത് ലെസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ കിട്ടുന്ന പ്രോഫിറ്റ് ആദ്യമേ +3 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ പ്രോഫിറ്റ് എത്രയാണ്? 2 ആയി. ഇവിടെ എത്രയാണ്? 18. ഇവിടെ എത്രയാണ്? 80. സോ അതിനനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പൊ 18 എന്ന് പറയുന്നത് 180 റുപ്പീസ് ആവുമ്പോൾ നമുക്ക് വേണം ന്യൂ കോസ്റ്റ് പ്രൈസ് ആണ്. ന്യൂ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 16 ആണ്. ഈക്വൽ ടു 160 റുപ്പീസ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. Equation of a line having slope is equal to -3. M is equal to -3 passing through line 2, 5. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പും 1 പോയിന്റുമുള്ള ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? y minus y1 is equal to m into x minus x1. ഇവിടെ x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് എത്രയാണ്? 2, 5. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y minus 5 is equal to -3 times x minus 2. y minus 5 is equal to -3x plus 6 ആണ്. സോ y എന്ന് പറയുന്നത് y മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡ് അല്ലേ. -3x റൈറ്റ് സൈഡിൽ കിടക്കട്ടെ. -5 ഇങ്ങോട്ട് പോകുമ്പോൾ +5 ആണ്. സോ ആൻസർ y ഈക്വൽ ടു -3x plus 11. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ഒരു ട്രിഗണോമെട്രി ആണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന് ആദ്യമേ നമുക്ക് ഈ മൈനസിന് അപ്പുറത്ത് കിടക്കുന്ന സംഭവം സിംപ്ലിഫൈ ചെയ്തിട്ട് വരാം. അതായിരിക്കും അത് ചെയ്തിട്ട് നമുക്ക് മറ്റേതുകൊണ്ട് ചേർക്കാം. അപ്പൊ ഇവിടെ ഞാൻ കോസ് സ്ക്വയർ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 1 മൈനസ് 2 കോസ് സ്ക്വയർ എ വരും ബൈ താഴെ ഞാൻ സൈൻ സ്ക്വയർ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എ മൈനസ് 1. കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ ആണ്. ടൈംസ് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം എന്താണ്? ഈ 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എ മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 2യുടെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഫോംസ് ആണ്. അപ്പൊ ഇനി നമുക്ക് മറ്റേതിനോട് ചേർക്കാം. കോസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു കോസിക് സ്ക്വയർ എ. അപ്പൊ കോസിക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും. ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ആംഗിൾ എ 30 ആണ്, ആംഗിൾ ബി 60 ആണ്. അപ്പൊ അതിനർത്ഥം ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. സി എ എ 30 ബി 60. ബി സി എന്ന് പറയുന്ന ലെങ്ത് 6 തന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് എ സിയുടെ ലെങ്ത് ആണ്. എ സി എന്ന് പറയുന്നത് എത്രയാണ്? tan 30 നമുക്ക് എടുക്കാം. tan 30 is equal to BC by AC ആണ്. BC എന്ന് പറയുന്നത് 6 by AC ആണ്. tan 60 എന്ന് പറഞ്ഞാൽ 1/√3 is equal to 6 by AC. So AC എന്ന് പറയുന്നത് എന്തായിരിക്കും? 6√3 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു സ്കൂളിൽ 560 സ്റ്റുഡൻസ് ഉണ്ട്. നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ സ്കൂൾ ആർ 2/3 മോർ ദാൻ നമ്പർ ഓഫ്. സോ ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ 2/3 കൂടുതലാണ്. അതായത് 5:3.
സോ 8 എന്ന് പറയുന്നത് 568 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഗേൾസ് ആണ്. ഗേൾസ് എന്ന് പറയുന്നത് 5 എത്രയായിരിക്കും? 568 by 8 times 5 വരും. That is equal to 71 times 5, 355 ഗേൾസ് ആയിരിക്കും ഉള്ളത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. Some carpenters promise to complete a work in 20. അപ്പോൾ എക്സ് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, അവർ 20 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ടോട്ടൽ. അവർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ 8 പേര് ആബ്സെന്റ് ആയിരുന്നു. റിമൈനിങ് ആൾക്കാർ, അതായത് x-8 ആൾക്കാർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 40 days. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. സോ x ഈക്വൽ ടു 2x മൈനസ് 8 വരും. x ഈക്വൽ ടു 8. ടു എക്സ് മൈനസ് 8 അല്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വ്യത്യാസം. x ഈക്വൽ ടു 2x മൈനസ് 16 ആണ്. സോ x ഈക്വൽ ടു 16. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. എ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 40 days എടുക്കും. ബി തന്നെയാണെങ്കിൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി 48 days എടുക്കും. എയും ബിയും സിയുടെ ഹെൽപ്പോട് കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 16 days എടുക്കും. നമുക്ക് ടോട്ടൽ വർക്ക് അവരുടെ LCM എടുക്കാം, 240 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 5, എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 15. അപ്പോൾ അതിന് നമുക്ക് സിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കിട്ടും? 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് വിൽ സി ടേക്ക് ടു കംപ്ലീറ്റ് 40% ഓഫ് ദ ടോട്ടൽ. അതായത് 240യുടെ 40% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സി എടുക്കുന്ന സമയം ഈക്വൽ ടു 24 days ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ്? നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് കറക്റ്റ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ പാർട്ട് കറക്റ്റ് ആണ്. ഇറാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ പി ബൈ ക്യൂ, അത് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. കാരണം റാഷണൽ നമ്പേഴ്സ് ആണ് പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് അല്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സ് ഈക്വൽ ടു √13 പ്ലസ് √11. കണ്ടുപിടിക്കേണ്ട x പ്ലസ് 1/x. ഇവിടെ 1/x എന്ന് പറയുന്നത് 1/√13 പ്ലസ് √11 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് വെച്ച് മേളും താഴെ മൾട്ടിപ്ലൈ ആണ്. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ √13 മൈനസ് √11, താഴെ വരുമ്പോൾ a പ്ലസ് ബി ടു a മൈനസ് ബി ആവും. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ √13 ഹോൾ സ്ക്വയർ മൈനസ് √11 ഹോൾ സ്ക്വയർ കഴിയുമ്പോൾ 13 മൈനസ് 11 2 ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്യും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട x പ്ലസ് 1/x ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ √13 പ്ലസ് √11 പ്ലസ് √13 മൈനസ് √11 ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ 2√3 പ്ലസ് √3 3√3 2√11 മൈനസ് √11 പ്ലസ് √11 ബൈ 2. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. The circular fountain is surrounded by two concentric paths. ഒരു പാത്ത് പിന്നെ സർക്കുലർ ഫൗണ്ടൻ ഒരു 7 cm റേഡിയസ് ഉണ്ട്. ഫസ്റ്റ് പാത്ത് 2 meter ആണ് വിഡ്ത്ത്. ഈ പാത്ത് 2 ആയിരിക്കും. സെക്കൻഡ് വിഡ്ത്ത് 3 meter. Find the total area covered by both paths and circumference of the outermost. Circumference of the outermost part എന്ന് പറയുന്നത് 2π ആണ്. ഇവിടെ റേഡിയസ് എത്ര വരും? 7 ഉണ്ട്, 7ന്റെ കൂടെ 2 9 9 പ്ലസ് 3 എത്രയാണ്? 12. സോ ആൻസർ എത്ര? 24π cm ആയിരിക്കും. ആ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓപ്ഷൻ സി, ഓപ്ഷൻ ബി. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. പിന്നെ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ബോത്ത് പാർട്സ് ആണ്. ബോത്ത് പാർട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഈ ഫുൾ ഏരിയ അതായത് പൈ ടൈംസ് 12 സ്ക്വയറിൽ നിന്നും ഈ ഒരു സർക്കുലർ ഫൗണ്ടന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബോത്ത് പാർട്സും കവർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഏരിയ പൈ ടൈംസ് 7 ഈക്വൽ ടു പൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ കിടക്കാം. സോ പൈ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമാണ്. അപ്പം 19 ടൈംസ് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 95π meters. അപ്പം ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. സോറി, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. പൈ മീറ്റർ സ്ക്വയറും 24. അടുത്തത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇതൊന്നെങ്കിൽ ഈ 2x മൈനസ് 3y എന്ന് പറയുന്നതിൽ ഓരോ ടേംസ് കൊണ്ട് അകത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. അത് കുറച്ച് ലെങ്തി ആയിരിക്കും, തെറ്റിപ്പോവാനും ചാൻസ്.
അതല്ല ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾജിബ്രയിൽ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ. അപ്പൊ ആ രീതിയിലൂടെ ഈ ഒരു ഫോം എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്തു. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് 2x മൈനസ് 3y ആണ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 2x ടൈംസ് 3y എന്ന് പറയുമ്പോൾ 6xy പ്ലസ് 3y ഹോൾ സ്ക്വയർ 9y സ്ക്വയർ. അപ്പൊ അതേ ഫോം ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 2x ഹോൾ ക്യൂബ് മൈനസ് 3y ഹോൾ ക്യൂബ്. അപ്പൊ 2x ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 8x ക്യൂബ്. സോ 8x ക്യൂബ് minus 3y whole cube 27y cube minus 7x cube plus 26y. x cube 8x cube 7x cube കുറച്ചാൽ x cube minus 27y cube plus 26y cube ആഡ് ചെയ്താൽ minus y. So answer x cube minus y cube ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും correct. A മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി 50 സെക്കൻഡ്സിൽ ക്രോസ് ചെയ്യും. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എ ബൈ 15 എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ ആണ്. അതിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ആൻസറും എല്ലാം എന്താണ്? മീറ്ററിലാണ്. അപ്പം എന്ത് ചെയ്യണം? 72 ടൈംസ് 5/18 വരും ഇസ് ഈക്വൽ ടു 20. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ടൈംസ് 20 മീറ്റർ ആയിരിക്കും. അതായത് 300. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം എയുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എയുടെ വാല്യൂ 300 മീറ്റർ തന്നെയാണ്. വേറൊരു ഓപ്ഷൻസിൽ 300 മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതേ സ്പീഡിൽ ക്രോസ് എ പ്ലാറ്റ്ഫോം ബി എന്നാണ് പറയുന്നത്. അപ്പൊ എയുടെ ലെങ്ത് നമുക്ക് 300 കിട്ടി. പ്ലാറ്റ്ഫോം ലെങ്ത് ബി ആണ്. അപ്പൊ 30 സെക്കൻഡ്സിൽ കവർ ചെയ്യുന്നു. സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 20. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 300 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 600 കിട്ടും. ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 300 മീറ്റർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സർക്കിൾ എ ബി എന്ന് പറയുന്നത് രണ്ട് കോഡ്സ് ആണ്. അപ്പൊ അത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നത് പി എന്ന പോയിന്റിലാണ്. എ ബി സി. എ പി എന്ന് പറയുന്നത് 12 ആണ്. എ ബി എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ പി ബി എന്തായിരിക്കും? 16. പിന്നെ പി ഡിയുടെ ലെങ്ത് 8 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സി ഡിയുടെ ലെങ്ത്. അപ്പൊ നമുക്കറിയാം കോഡ്സിന്റെ ഇക്വേഷൻ എ പി ടൈംസ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി ടൈംസ് എന്തായിരിക്കും? പി സി. 12 times 16 is equal to 8 times PC ആയിരിക്കും. സോ പി സി എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻസിൽ 24 ഉണ്ട് അല്ലെ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി ഡിയുടെ ലെങ്ത് ആണ്, ടോട്ടൽ ലെങ്ത് ആണ്. അതായത് 24 പ്ലസ് 8 കൂടെ ചെയ്യണം. 32 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ പി ആയിരിക്കും. ഒരു ക്ലാസ്സിലെ 24 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് 58 ആണ്. ടീച്ചറോട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആവറേജ് ഇൻക്രീസസ് ബൈ 2. അപ്പൊ എത്ര പേരുണ്ട്? ടീച്ചറോട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 25 പേരുണ്ട്. 25 പേർക്കും ആവറേജ് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. ടീച്ചറിന്റെ മാർക്ക് 58നോട് കൂടി 50 ആഡ് ചെയ്യുക ഇസ് ഈക്വൽ ടു 100. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഇതിങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതായത് ആവറേജ് മാർക്ക് 24 സ്റ്റുഡൻസിന് 58 ആണ്. അപ്പൊ അവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് 24 ടൈംസ് 58 ചെയ്യാം. ആണ് 92. ഇനി ടീച്ചറിന്റെ മാർക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടീച്ചറിന്റെ മാർക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ബൈ എത്ര വരും? 25 വരും. ആവറേജ് ഇൻക്രീസസ് ബൈ അപ്പൊ 60. 1392 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1500. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 1500 മൈനസ് 1392 108. അപ്പൊ അവിടെ ആൻസർ കിട്ടും. കുറച്ചുകൂടി ഈസി നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ചെയ്യുന്നത്. അപ്പൊ ആവറേജിന്റെ കോൺസെപ്റ്റിൽ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ടീച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആവറേജ് കൂടുമ്പോഴും കുറയുമ്പോഴും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. 50,000 എമൗണ്ട് 12% പലിശയിൽ ഒരു വർഷത്തേക്ക് പെർ ആനം എന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 11,200 റുപ്പീസ് വിഡ്രോ ചെയ്തു. അപ്പൊ എത്രയായിരിക്കും ഒരു വർഷം കിട്ടുന്ന എമൗണ്ട്? അതിപ്പോ 50,000ന്റെ 112/100 നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.00560. ഇത്രയായിരിക്കും കിട്ടുന്നത്.
1 year. അപ്പൊ ഇതിൽ നിന്ന് എത്ര രൂപ വിഡ്രോ ചെയ്തു? 11,200. കിട്ടുന്ന റിമൈനിങ് എമൗണ്ട് 44,800. അപ്പൊ എമൗണ്ട് അറ്റ് എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഈ 44,800ന്റെ 12% കൂട്ടിയതായിരിക്കും. is equal to 448 times 112 ആയിരിക്കും. 50,176 rupees ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയുമാണ് 25 മാത്സ് ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ഏതെങ്കിലും പോർഷൻസ് ക്ലിയർ ആയില്ലെങ്കിലോ വ്യക്തമായിട്ടത് കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.